വഴി നടക്കാനുള്ള പൗരൻ്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാരാണിത്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ്. അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക? ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്? കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? അതെ, പെരിന്തൽമണ്ണയുണ്ട്. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ. 2023 മാത്രം 4010 ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 54,369 പേർക്കാണ് പരിക്കേറ്റത്. എത്ര മനുഷ്യരുടെ നട്ടെല്ലൊടിഞ്ഞു, എത്ര മനുഷ്യർ ബെഡ് റിഡനായി, എത്ര മനുഷ്യർക്ക് അംഗവൈകല്യമുണ്ടായി, എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു, എത്ര സ്ത്രീകൾക്ക് അബോർഷനായി. മന്ത്രി ചില റോഡുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊതി തോന്നും സർ. ഇങ്ങനെയുള്ള ഒരു റോഡെങ്കിലും ഞങ്ങളുടെ നാട്ടിലൂടെ ഒന്ന് കാണാൻ പറ്റിയെങ്കിലെന്ന് ഞങ്ങൾ വിചാരിക്കും. MLA-മാരെ നാട്ടുകാർ റോഡിൽ തടയുന്ന സാഹചര്യമുണ്ടായി സർ. ഈ സർക്കാരിന്റെ ഭരണവൈകല്യമാണ് സർ. നേരിട്ട് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കും സാർ. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ കഥ ഇനി ഞാൻ പറയേണ്ടതുണ്ടോ? വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിൽ അടിയാണ്, KSEBയും PWDയും തമ്മിൽ അടിയാണ്. എല്ലാ പണിയും കഴിയുമ്പോഴേക്ക് കേബിളുകാർ കമ്പിപ്പാറയുമായി വന്ന് കുടിക്കാൻ വരികയാണ്. ഇത്ര പ്ലാനിംഗ് ഇല്ലാത്ത ഒരു വകുപ്പ് മറ്റേതാണുള്ളത് സർ? ചില റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെയാണോ പോകുന്നതെന്ന് തോന്നിപ്പോകും. വിദേശ രാജ്യങ്ങളിൽ റോഡിന്റെ ഞാൻ ചുരുക്കാണ് സർ, കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല സർ. ഇവിടെ കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ഇല്ലാത്തതുള്ളൂ.